ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുട്ടെല്ലാവരും കഴിക്കുമല്ലോ, പലതരം പുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും. അപ്പം ഞാനിന്ന് കപ്പപ്പുട്ട്, നമ്മൾ കപ്പ പുഴുങ്ങുന്നില്ലേ, കപ്പ മേടിച്ചിട്ട് കറി ഉണ്ടാക്കി കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ പൗഡറാണിത്. ഇവിടെ അടുത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല പൗഡറാണ്. ഞാൻ ഇന്നലെയൊക്കെ ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് മൂസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ചാലക്കപ്പാറ എന്ന സ്ഥലത്തുള്ളതാണ്. ഇത് കണ്ട ഈ ടിന്നിലാണ്. 700 ഗ്രാമാണിത്. 160 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. അപ്പം നമുക്കിത് നല്ല ടേസ്റ്റിയുള്ള പുട്ടാണിത്, കപ്പപ്പുട്ട്. തേങ്ങ കുറച്ചധികം വേണമെന്ന് മാത്രം കേട്ടോ ഇതിന്. നല്ല ടേസ്റ്റാണ്. മീൻകറിയോ പഴമോ, മീൻകറിയാണ് ബെസ്റ്റ്. മീൻകറിയും ബീഫും എല്ലാം ബെസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്കിത് കുറച്ച് ഉണ്ടാക്കി നോക്കാം ഇന്ന് കേട്ടോ. ടിന്ന് ഈ ടിന്നിലാക്കിയാണ് നമുക്ക് തരാറ് കേട്ടോ. 700 ഗ്രാം പൗഡറാണിത്. അതിൽ നിന്ന് ഇന്നലെ ഞാൻ കുറച്ചെടുത്ത് പുട്ടുണ്ടാക്കിയായിരുന്നേ. അപ്പോൾ നമുക്ക് ഇന്നും കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ കാണിക്കണ്ടേ പുട്ടുണ്ടാക്കിയിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു പൊടിയാണ്, ഹെൽത്തിയുമാണ് കേട്ടോ ഈ പൊടി. നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ്. നമുക്കിത് കുറച്ച് പുട്ടുപൊടി എടുക്കാം. ഞങ്ങൾക്കിന്ന് രാത്രി ഭക്ഷണം പുട്ട്. ഇത്ര വേണ്ട, കൂടുതലാണോ. നമുക്കിന്ന് പുട്ടുണ്ടാക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നനയ്ക്കണമെങ്കിൽ കുറേശ്ശെ വെള്ളം എടുത്ത് നനയ്ക്കണം കേട്ടോ. നല്ലോണം തിരുമ്മി കൂട്ടണം ഇത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ പുട്ട്. എല്ലാവരും മേടിച്ച് കഴിക്കുക. ആ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റുമാണിത്. ഞാനിതൊന്ന് നനയ്ക്കട്ടെ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനയ്ക്കണം. നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നനച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുണ്ട കട്ടയൊന്നും ഇല്ലാണ്ടാണ് നനച്ചേക്കണത്. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ തിരുമ്മി എടുക്കണേ. അതൊക്കെ പണ്ടൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട് പുട്ട്. ഈ കപ്പപ്പുട്ടേ നല്ല ടേസ്റ്റിയാണ്. തേങ്ങ കുറച്ച് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കിപ്പോൾ തേങ്ങ ഭയങ്കര വിലയല്ലേ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ തേങ്ങ എടുക്കുള്ളൂ കേട്ടോ. ഇപ്പം ഇത് നനച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും മതി കേട്ടോ നനവ്. അധികം അങ്ങോട്ട് ഒന്നിച്ചങ്ങ് വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ അത് പാകത്തിന് തിരുമ്മിയെടുക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ, ഈ പാകത്തിന് വേണം. ഇത് ഒറിജിനൽ കപ്പപ്പൊടിയാണ് കേട്ടോ. നല്ല കപ്പയുടെ മണവും ഉണ്ട് ഇതിന്. നനച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കണയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് സ്റ്റൗ കത്തിച്ച് കൊടുക്കാവേ. പുട്ടുവടം വെച്ചിട്ട് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. വെള്ളം തിളച്ചോട്ടെ.
കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് രാത്രിക്ക് ഇത്രയും മതിയാവും. നേരിയ വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഇങ്ങനെ നനച്ച് തിരുമ്മി കൊടുക്കണം. അപ്പം നല്ലോണം നനഞ്ഞ് കിട്ടും. കുറച്ചും കൂടി വെള്ളം ഉണ്ടാക്കാം കേട്ടോ. ശകലവും കൂടി, ഇത്രയും മതിയാവും. അപ്പോഴേക്കും ആ വെള്ളവും തിളക്കും. നമുക്ക് ഇപ്പോൾ കണയിലേക്ക് വാരിയിടാം. അപ്പം എല്ലാം തിരുമ്മി നനച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി കണയിലേക്ക് വാരിയിടാൻ കേട്ടോ. കണയിലേക്ക് ഇടണം. ഇത് ഇങ്ങനെ തുണിയൊക്കെ ചിറ്റിയിട്ട് വേണം, അല്ലെങ്കിൽ ഇതിൻ്റെ ആവിയൊക്കെ പുറത്തേക്ക് പോകും കേട്ടോ. അപ്പം അതിനകത്തൊരു ചില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി തേങ്ങ വാരിയിടാം. ഒന്ന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഒന്ന് നനച്ച് ഇതിനകത്ത് വാരിയിടട്ടെ. അപ്പോൾ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവി കയറട്ടെ, വേഗം ആവിയാവും നമുക്ക്. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാവരും മേടിക്കണം കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, ഇതെല്ലാവരും മേടിക്കണം. കണ്ട ലേബിൾ കണ്ട. ഇവിടെ ചാലക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം, അരയങ്കാവ് കാഞ്ഞിരമിറ്റം ആ ഭാഗത്തുള്ളതാണ്. ആ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്ന സ്ഥാനമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഈ നമ്പറിൽ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ ഈ സാധനം ഞാൻ കൊണ്ടുവന്ന് തരാം വീട്ടിലേക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ കാണുന്നവരെ, ആദ്യമായിട്ട് കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്, ആവി ഇപ്പോൾ വരും. നല്ല ഹെൽത്തിയാണ് ഈ പുട്ടുപൊടി കേട്ടോ, കപ്പപ്പൊടി. അതുകൊണ്ടാണ് പറയുന്നത്. ആവി കൂടുമ്പോൾ ഈ പുട്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ വരും. ആവി എടുത്ത് വരുമ്പോഴേക്ക് അത് ഒന്ന് തുണി കൂട്ടി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ. അല്ലെങ്കിൽ ആവി അടിച്ചിട്ട് ഇങ്ങോട്ട് പോരും. അത് ആവി വന്നോട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇപ്പോൾ നമ്മുടെ പുട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് പുട്ട് ഫ്രഷ് പുട്ടാവും. എല്ലാവരും ഈ പൊടി വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. നല്ല പുട്ടാണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിനകത്തൊരു കൂട്ടൊന്നുമില്ല. നല്ല ഒറിജിനൽ പൊടിയാണ് കപ്പയുടെ, വേറൊരു കൂട്ടുമില്ല. മേടിച്ച് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് റെഡിയായി വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം മഴയൊക്കെ ഒന്ന് പയ്യെ മാറി ഒരു ഇതായിട്ട് അന്തരീക്ഷങ്ങൾ മാറി വരുവാണ് ഇപ്പോൾ നമ്മുടെ.
നമുക്ക് അസുഖങ്ങളുമായി വരുന്നത്. ചുമയും പനി, എല്ലാവർക്കും ചുമയും പനിയൊക്കെയാണ്. ഈ കാലാവസ്ഥയുടെയാണത്. എല്ലാവരും സൂക്ഷിക്കുക. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുത്തിയെടുക്കാം. ഒരു തുണി കൂട്ടി പിടിക്കണം കേട്ടോ. ഈ പൊടി കൈ പൊള്ളും. ഇതിങ്ങനെ ചിറ്റിയിട്ടില്ല ഒന്നും. നമുക്കിതിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കപ്പപ്പൊടി നമ്മൾ ഇതിൻ്റെ കൂടെ നല്ലൊരു മീൻകറിയും കൂടി ഉണ്ടെങ്കിൽ പുട്ട് കഴിക്കാൻ സുഖമാണ്. പിന്നെ പഴം കഴിക്കാം. ഇതൊന്ന് മാറ്റി വെക്കട്ടെ. കപ്പപ്പുട്ട് നല്ല മണമൊക്കെ വന്നിട്ട് കപ്പയിടാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത്. പുട്ടും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റും. നല്ല മീൻകറി ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റും. ഇതിന് നല്ല മീൻകറിയാണ് ഏറ്റവും നല്ലത്. കപ്പപ്പുട്ടിന് മീൻകറിയാണ് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ബീഫ് കറി. അതാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.